ഇടതുകരം നെഞ്ചോട് ചേർത്ത് വെച്ച് വലതുകരം അച്ഛന് നേരെ നീട്ടി 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കണമേ. മർക്കോസ് എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന 8-ാം അധ്യായം 22 മുതലുള്ള തിരുവചനങ്ങൾ. പിന്നീട് അവൻ ബെത്സയിദായിലെത്തി. കുറെ പേർ ഒരന്ധനെ അവന്റെ അടുത്ത് കൊണ്ടുവന്ന് അവനെ സ്പർശിക്കണമെന്ന് യേശുവിനോട് അപേക്ഷിച്ചു. അവൻ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അവന്റെ കണ്ണുകളിൽ തുപ്പിയ ശേഷം അവന്റെ മേൽ കൈകൾ വെച്ചുകൊണ്ട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? നോക്കിയിട്ട് അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നുണ്ട്. അവർ മരങ്ങളെ പോലിരിക്കുന്നു, നടക്കുന്നതായും കാണുന്നു. വീണ്ടും യേശു അവന്റെ കണ്ണുകളിൽ കൈകൾ വെച്ചു. അവൻ സൂക്ഷിച്ചു നോക്കി, കാഴ്ച തിരിച്ചു കിട്ടുകയും ചെയ്തു. അവൻ എല്ലാ വസ്തുക്കളും വ്യക്തമായി കണ്ടു. ഗ്രാമത്തിൽ പ്രവേശിക്കുക പോലും ചെയ്യരുത് എന്ന് പറഞ്ഞ് യേശു അവനെ വീട്ടിലേക്ക് അയച്ചു. കർത്താവിന്റെ സുവിശേഷം. നമുക്ക് ഇരിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഫെബ്രുവരി മാസം 18-ാം തീയതി ചൊവ്വാഴ്ച രാത്രിയിൽ നമ്മൾ ഈ ശുഭരാത്രി ശുശ്രൂഷയ്ക്ക് വേണ്ടി ഹൃദയമൊരുക്കി കാത്തിരിക്കുമ്പോൾ ഒരത്ഭുതത്തെക്കുറിച്ചാണ് പരിശുദ്ധാത്മാവ് നമ്മെ പഠിപ്പിക്കുന്നത്. അന്ധന് കാഴ്ച നൽകുന്ന സംഭവമാണ്. ഈശോയുടെ അടുക്കിലേക്ക് ഒരു അന്ധനെ അവർ കൊണ്ടുവരുന്നു. കുറെ പേർ ഒരു അന്ധനെ അവന്റെ അടുത്തേക്ക് കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. കാഴ്ചയില്ലാത്തൊരു മനുഷ്യൻ. അവർ അവന്റെ അടുത്ത് ഈശോയോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തുകയാണ്. അവർ വന്നിട്ട് ഈശോയോട് അപേക്ഷിക്കുകയാണ്. അന്ധനല്ല അപേക്ഷിക്കുന്നത്. ഈ അത്ഭുതത്തിലെ ഒരു പ്രത്യേകത അതാണ്. അന്ധനല്ല ഈശോയോട് പറയുന്നത്, ഈശോയെ എന്നെ സുഖപ്പെടുത്തണമേ എന്ന്. ഈ അന്ധനെ കൊണ്ടുവന്ന ആളുകൾ ഈശോയുടെ അടുത്ത് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിട്ട് പറയാണ്, പ്ലീസ് ഹീൽ ഹീൽ, അവനെ ഒന്ന് സുഖപ്പെടുത്ത. പ്രിയപ്പെട്ടവരെ, ഇത് മധ്യസ്ഥ പ്രാർത്ഥനയുടെ ഒരു സൂചനയാണ്. നമുക്ക് കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. ഒരു കൂട്ടം മനുഷ്യരിരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് കഴിവില്ലാത്ത ഒരു മനുഷ്യൻ. ഈ അന്ധന് അവനൊരു കാഴ്ചയില്ല. ആരാണ് ഈശോ എന്ന് അവൻ അറിഞ്ഞുകൂടാ, ആരാണ് ദൈവമെന്ന് അവൻ അറിഞ്ഞുകൂടാ, ഈശോ ആരാണെന്ന് അവൻ അറിഞ്ഞുകൂടാ. അവൻ അന്ധനാണ്. അവനിൽ തന്നെ അവന് പ്രകാശമില്ല, അവന് ബോധ്യമില്ല. ഈശോയെ കുറിച്ച് അറിഞ്ഞിട്ടില്ലാത്ത ഒത്തിരിയേറെ ആളുകൾ ഈ ഭൂമിയിലുണ്ട്. ഈശോയെ കുറിച്ച് കേട്ടിട്ടില്ലാത്ത കോടിക്കണക്കിന് ജനങ്ങളുണ്ട്. ഹല്ലേലൂയ. അവർക്ക് വേണ്ടി, അവർക്ക് കാഴ്ച കിട്ടാൻ വേണ്ടി ആര് പ്രാർത്ഥിക്കും? ഈശോയെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളവർ ഈ അറിയാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് സ്വർഗം ആഗ്രഹിക്കുന്നുണ്ട്. കൈയടിച്ച് കർത്താവിനെ പറയാം. അല്ലെങ്കിൽ പാപത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ, മദ്യപാനത്തിലായിരിക്കുന്ന ഒരു മനുഷ്യൻ. ഇവിടെ 2 സഹോദരങ്ങൾ ഇരിക്കുന്നുണ്ട്. ഈ സഹോദരങ്ങൾ ഇവിടെ വന്നത്
മദ്യപാനത്തിൽ മദ്യാസക്തിയിൽ മുഴുകിക്കിടക്കുന്ന ഒരു സഹോദരനെ കൊണ്ടുവരാൻ വേണ്ടി അവര് ഏകദേശം ഒരു 5-6 മണിക്കൂറായിട്ട് പള്ളിയിൽ തന്നെ ഇരിക്കുന്നത്. ഈ മനുഷ്യൻ എപ്പോ വേണമെങ്കിലും ഇവിടെ നിന്ന് എഴുന്നേറ്റ് പോകാം. അയാൾ എഴുന്നേറ്റ് പോകാതിരിക്കാൻ വേണ്ടി അയാളുടെ ഇടത്തും വലത്തുമായിട്ട് ഈ 2 യുവാക്കൾ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഇതൊരു ശുശ്രൂഷയാണ്. അവരന് നന്മയുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ ത്യാഗമെടുക്കുകയാണ്, ഞാൻ എളിമപ്പെടുകയാണ്. അപ്പോൾ ആ അന്ധനെ സുഖപ്പെടുത്തണമെന്ന്, സ്പർശിക്കണമെന്ന് ഇവർ യേശുവിനോട് അപേക്ഷിച്ചു. അവൻ ഈശോ അന്ധനെ കൈക്ക് പിടിച്ച് ഗ്രാമത്തിന്റെ വെളിയിലേക്ക് കൊണ്ടുപോയി. എല്ലാ അത്ഭുതങ്ങളും ജനക്കൂട്ടത്തിന്റെ ഇടയിൽ വെച്ച് ചെയ്യാനുള്ളതല്ല. ചില അത്ഭുതങ്ങൾക്ക് ചില പ്രത്യേക രീതികളുണ്ടെന്ന് ഈശോ പഠിപ്പിക്കാം. ഈശോ അവനെ ജനക്കൂട്ടത്തിൽ നിന്ന് മാറ്റി നിർത്തി. ആ സ്ഥലത്ത് നിന്ന് തന്നെ ഈശോ അവനെ മാറ്റി നിർത്തി. ഹല്ലേലൂയ. ഗ്രാമത്തിന് വെളിയിലേക്ക് കൊണ്ടുപോയി. അതൊരു ലോങ് ഡിസ്റ്റൻസ് ആണ്. നടുക്ക് നിൽക്കാം. അപ്പൊ ഒരു ഗ്രാമത്തിന്റെ പുറത്തേക്ക്, കാരാപറമ്പിന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. ഹല്ലേലൂയ. അപ്പോൾ ഈശോയും ഒരു ത്യാഗം എടുക്കാണ്. ഇവനെ കൈക്ക് പിടിച്ച്, ഒരു അന്ധനെ കൈക്ക് പിടിച്ച് പുറത്തേക്ക് എന്ന് പറഞ്ഞു. ഒരു ഗ്രാമത്തിൽ നീ ഇപ്പോ ആയിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നിന്ന് നീ ആദ്യം പുറത്തു കിടക്കണം. നിന്റെ കൂട്ടുകെട്ടിൽ നിന്ന് നീ ആദ്യം പുറത്തു കിടക്കണം. നിന്റെ ചില തഴക്കദോഷങ്ങളുടെ ഒരു ചങ്ങലയിൽ നിന്ന് നീ ആദ്യം പുറത്തു കിടക്കണം. അവനെ പുറത്തേക്ക് കൊണ്ടുപോയി. എന്നിട്ട് ഈശോ അവന്റെ കണ്ണുകളിൽ തുപ്പി. ഈശോയ്ക്ക് പറഞ്ഞാ പോരായിരുന്നു സൗഖ്യപ്പെടട്ടെ. ചില അടയാളങ്ങൾ ഈശോ അവനെ ഒരു ബോധ്യപ്പെടുത്തുന്ന ചില കാര്യങ്ങളുണ്ട്. അതിനെ സിംബോളിസം. അവന്റെ കണ്ണുകളിൽ തുപ്പി എന്നാണ് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. അതിനുശേഷം ഈശോ അവന്റെ കണ്ണുകളിൽ കൈവച്ചു. തുപ്പിയതിന് ശേഷം കൈവച്ചിട്ട് സ്പർശനമാണ്. കൈവച്ചിട്ട് അവനോട് ചോദിച്ചു, നീ എന്തെങ്കിലും കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, കണ്ണൊക്കെ തുറന്നിട്ട് തുടച്ചിട്ട് അവൻ പറഞ്ഞു, ഞാൻ കാണുന്നുണ്ട്, പക്ഷേ ആളുകളെയാണ് കാണുന്നത്, പക്ഷെ അവര് മരങ്ങള് പോലെയാണ് ഇരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, അത്ഭുതങ്ങളും സൗഖ്യങ്ങളും അതൊരു ഗ്രാജുവൽ പ്രോസസ് ആണെന്നുകൂടെ ഈശോ പഠിപ്പിക്കുകയാണ്. എല്ലാ അത്ഭുതങ്ങളും കിടപ്പ് രോഗി വന്നിട്ട് ആംബുലൻസിൽ സ്ട്രെച്ചറിലാണ് കൊണ്ടുവന്നത്. നമ്മൾ പല അത്ഭുതങ്ങളും കണ്ടിട്ടുണ്ട്. സ്ട്രെച്ചറിൽ വന്ന ആള് എഴുന്നേറ്റ് മുണ്ടും മടക്കി കുത്തി പോകുന്നൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു രോഗി വന്നു, സ്ട്രെച്ചറിൽ വന്നു, സ്ട്രെച്ചറിൽ തന്നെ തിരിച്ചുപോയി. അയ്യോ, അയാൾക്കൊരു അത്ഭുതം ഉണ്ടായില്ല എന്ന് വിചാരിക്കരുത്. കർത്താവ് ഇടപെട്ടിട്ടുണ്ട്. ഇടപെട്ടത് ചില സമയങ്ങളിൽ, ചില അത്ഭുതങ്ങളിൽ അതൊരു ഗ്രാജുവൽ പ്രോസസ്സാണ്. ഇവിടെ ഈശോ തന്നെയാണ് അയാളുടെ കണ്ണിൽ തൊട്ടത്, ഈശോ തന്നെയാണ് തുപ്പിയത്. പക്ഷെ അയാളുടെ കാഴ്ച ശരിയായില്ല. അയാളുടെ കാഴ്ച പൂർണ്ണമായില്ല, ഒറ്റയടിക്ക് പൂർണ്ണമായില്ല. അപ്പൊ ഈശോയ്ക്ക് ഒറ്റയടിക്ക് പൂർണ്ണമാക്കാൻ പറ്റൂലേ? എന്തെങ്കിലും കുറവുണ്ടോ? കുറവില്ല. പക്ഷെ ഇയാള് അങ്ങനെ ഒറ്റയടിക്കല്ല സുഖമാകേണ്ടത്. കർത്താവിനൊരു രീതിയുണ്ട്. എല്ലാവരെയും കുറിച്ചും ഒരുപോലത്തെ രീതിയല്ല. മുമ്പ് പറഞ്ഞിട്ടുള്ള ഒരു താറാവും കുട്ടികളെ കൊണ്ടുപോകുന്ന പോലെയല്ല കർത്താവ് മനുഷ്യരെ കൊണ്ടുപോകുന്നത്. ഓരോരുത്തരെയും പ്രത്യേകമായിട്ട് കൊണ്ടുപോവുകയാണ്. അവന്റെ കണ്ണിൽ തൊട്ടു, തുപ്പിയതിന് ശേഷം ചോദിച്ചു, ഇപ്പൊ കാണുന്നുണ്ടോ എന്ന് ചോദിച്ചു. പറഞ്ഞു 50% ശരിയായില്ല. ചില സാക്ഷ്യങ്ങൾ പറയാറില്ലേ, ബ്രസ്റ്റിലെ മുഴ 80% കുറഞ്ഞിട്ടുണ്ട്. അതുപോലെ അപ്പോ ഇപ്പൊ 50% ശരിയായി. അപ്പൊ ഈശോ വീണ്ടും അവന്റെ കണ്ണുകളിൽ കൈവച്ചു. സെക്കൻഡ്, അടുത്തൊരു സ്റ്റേജ്, വീണ്ടും ഈശോ കൈവച്ചു. ഓർക്കണം, ഈശോയാണ് പിന്നെയും കൈവച്ചുകൊണ്ടിരിക്കുന്നത്. കൈവച്ചിട്ട് ചോദിച്ചു, ഇപ്പൊ എങ്ങനെയുണ്ടാവും? ഇപ്പൊ അവൻ പറഞ്ഞു, ഞാൻ ആളുകളെ കാണുന്നുണ്ട്, മനുഷ്യരെ കാണുന്നുണ്ട്, മനുഷ്യരായിട്ട് തന്നെ കാണുന്നുണ്ട്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കാഴ്ചയും ഇതുപോലെ തെളിഞ്ഞ് കിട്ടണം. ഒരു ദിവസം പ്രാർത്ഥിച്ചു എന്ന് വിചാരിച്ച് നമ്മുടെ കാഴ്ച തെളിഞ്ഞിട്ടുണ്ടെന്ന് വിചാരിക്കരുത്. നമ്മൾ ആളുകളെ കാണുന്നത് മരങ്ങളെ പോലെ ആയിരിക്കാം.
വീണ്ടും പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ച് ഈശോ കാണുന്നത് പോലെ തന്നെ എനിക്കും കാണാൻ പറ്റുന്നൊരു സാഹചര്യത്തിലാണ് എന്റെ കാഴ്ച പൂർണ്ണമായ കാഴ്ചയായി മാറുന്നത്. ഹല്ലേലൂയ. എപ്പോഴാണ് എനിക്ക് ശരിക്കും കാണാൻ പറ്റുന്നുണ്ടെന്ന് പറയുന്നത്? നമ്മളിത് വെള്ളപ്പൂവല്ലേ, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇതിവിടെ തെളിഞ്ഞിട്ടുണ്ട്, എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതല്ല. അല്ലെങ്കിൽ നമ്മൾ കണ്ണ് ഡോക്ടറുടെ അടുത്ത് പോകുമ്പോ ABCD ഒന്ന് വായിക്കാൻ പറയും. ചെറുത് വായിച്ച് കാണാൻ പറ്റുന്നുണ്ട്, വലുത് വായിച്ചു കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ അല്ല, ഈശോ മനുഷ്യനെ കാണുന്നത് പോലെ, ഈശോ കാണുന്നത് പോലെ എന്റെ അപ്പനെ, എന്റെ അമ്മയെ, എന്റെ സഹോദരനെ, എന്റെ സഹോദരിയെ, എന്റെ മക്കളെ, എന്റെ ജീവിത പങ്കാളിയെ ഈശോ കാണുന്നത് പോലെ കാണാൻ കഴിയുന്ന സമയമാണ് പൂർണ്ണമായ കാഴ്ചയുള്ള സമയം. കൈയടിച്ച് വീണ്ടും നന്ദി പറയാം. അതുകൊണ്ട് നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് വീണ്ടും കാഴ്ച ഇനിയും തെളിയേണ്ടിയിരിക്കുന്നു. കാരണം ചില മനുഷ്യരെ നമ്മൾ കാണുന്നത് അവജ്ഞയോടെയാണ്. ചില മനുഷ്യരെ നമ്മൾ കാണുന്നത് ശത്രുക്കളായിട്ടാണ്. ചില മനുഷ്യരെ നമ്മൾ കാണുന്നത് ഇയാളെ എങ്ങനെ പറ്റിക്കാമെന്ന് നോക്കിയിട്ട്, ഇയാളെ എങ്ങനെ ചൂഷണം ചെയ്യാം. അപ്പൊ നമ്മുടെ കാഴ്ചകൾക്ക് പ്രയാസമുണ്ട്, പ്രശ്നമുണ്ട്. ആ കാഴ്ച തെളിയുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം. നമ്മുടെ കാഴ്ച തെളിയണം. നമുക്ക് മറ്റുള്ളവർക്ക് ഈശോ കാഴ്ച കൊടുത്തതുപോലെ കാഴ്ച കൊടുക്കാൻ സാധിക്കണം. കാഴ്ചയുള്ളവരും കാഴ്ച കൊടുക്കുന്നവരുമായി മാറാൻ ആഗ്രഹിച്ചുകൊണ്ട് ദൈവമക്കൾ ഈ സമയത്ത് പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമ്മുടെ കാഴ്ചകൾ പരിമിതമായി ഇരുന്ന സമയങ്ങളെ, മനുഷ്യരെ മരങ്ങളെ പോലെ അവർ ആയിരിക്കുന്നത് പോലെ കാണാൻ കഴിയാതിരുന്ന സമയങ്ങൾ ഓർത്ത് അനുദപിക്കാം. ദൈവത്തെ ദൈവമായിട്ട് കാണാൻ കഴിയാതിരുന്ന സമയങ്ങളെ ഓർത്ത് അനുദപിക്കാം. ദൈവസ്നേഹത്തിനെതിരെ, പരസ്നേഹത്തിനെതിരെ വന്നുപോയിട്ടുള്ള വീഴ്ചകളെ ഓർത്ത് നമുക്ക് അനുദപിച്ചുകൊണ്ട്, ചെയ്യാൻ കഴിയുമായിരുന്ന നന്മകൾ ചെയ്യാതിരുന്നതിനെ ഓർത്ത് അനുദപിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം ചെയ്യാം. ഈശോയേ, 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 നമുക്ക് കർത്താവ് നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും ഓർത്ത് കരമടിച്ച് നന്ദി പറയാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ ആരാധന. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന, 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 ആരാധന. നന്ദി പറയുന്നു. കർത്താവേ ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങളെ ഓർത്ത്, കർത്താവ് അത്ഭുതകരമായി ഇടപെട്ടതിനെ ഓർത്ത്, കർത്താവ് അത്ഭുതകരമായി വഴി നടത്തിയതിനെ ഓർത്ത്, ഹല്ലേലൂയ, ഹല്ലേലൂയ. അത്ഭുതകരമായി കർത്താവ് വെളിപാടുകൾ തന്നതിനെ ഓർത്ത്, ശരീരത്തിന് ആരോഗ്യം തന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. നന്ദി പറയുന്നു, നന്ദി പറയുന്നു, നന്ദി പറയുന്നു. നമ്മുടെ 7 നിയോഗങ്ങൾ പ്രത്യേകമായി രാത്രിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കൃപയൊഴുകട്ടെ, അഭിഷേകമൊഴുകട്ടെ. നമ്മുടെ ആത്മീകമായ നിയോഗങ്ങളിലേക്ക് കർത്താവ് ഇടപെടട്ടെ. ഈശോ കാണുന്നത് പോലെ കാണാൻ ആഗ്രഹിക്കുക. അതൊരു നിയോഗമാണ്. കാഴ്ച സ്വീകരിക്കണം.
അതുപോലെ തന്നെ കാഴ്ച കൊടുക്കുന്നവരായിട്ട് മാറണം, വ്യക്തത നൽകുന്നവരായിട്ട്, അവരന് പുതിയ ദർശനങ്ങൾ നൽകുന്നവരായിട്ട്, കാഴ്ച ഉള്ളവരും കാഴ്ച കൊടുക്കുന്നവരുമായി മാറാൻ ആഗ്രഹിച്ചത്. ഈശോ കാഴ്ച കൊടുത്തതുപോലെ കാഴ്ച കൊടുക്കുന്നവന്റെ പേരാണ് ക്രിസ്തു. വെളിച്ചം നൽകുന്നവന്റെ പേരാണ് ക്രിസ്തു. ഈശോ എന്നൊരു വെളിച്ചം നൽകുന്നവനാക്കി മാറ്റണമേ, കണ്ണു തുറന്നു കൊടുക്കുന്നവനാക്കി എന്നെ മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കാം. ഭൗതിക ജീവിതത്തിന്റെ നിയോഗങ്ങളെ സമർപ്പിക്കാം. സാമ്പത്തിക മേഖലകളിൽ ഒത്തിരിയേറെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. പരീക്ഷകൾ എഴുതുന്ന മക്കളുണ്ട്. വിദേശത്ത് പഠിക്കാൻ പോകാനും ജോലിക്ക് പോകാനും ഒക്കെ ആയിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നവരുണ്ട്. ദുഃഖത്തിൽ, നിരാശയിൽ, ഏകാന്തതയിൽ കഴിയുന്നവരുണ്ട്. സന്താന സൗഭാഗ്യത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരും ഇത്തരത്തിലുള്ള കുഞ്ഞിനു വേണ്ടി പ്രാർത്ഥിക്കുന്നവരുമുണ്ട്. ഭവന നിർമ്മാണത്തിന്റെ നിയോഗങ്ങളുള്ളവരുണ്ട്. കുടുംബജീവിതത്തിലെ അതികഠിനമായ, പരിഹരിക്കാൻ പറ്റുമെന്ന് തോന്നാത്ത വിധം വലുതായിപ്പോയ പ്രശ്നങ്ങളെ ഇവിടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നവരുണ്ട്. വിവാഹമോചനത്തിന്റെ കേസ് കൊടുത്ത് ആ പ്രകാരമുള്ള സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നവര് കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുക്കാം. സ്തുതിക്കുന്നു. ജോലി അന്വേഷിക്കുന്നത്, വിവാഹത്തിന് വേണ്ടി എല്ലാവരെയും കർത്താവിന്റെ കരങ്ങളിലേക്ക് കൊടുത്ത് നമുക്ക് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ 21 പ്രാവശ്യം യേശുനാമം വിളിക്കാം. നമുക്ക് മുട്ടുകുത്താം. നമുക്ക് വേണ്ടിയും ലോകം മുഴുവന് വേണ്ടിയും ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം ഇപ്പോൾ സ്വീകരിക്കാം. നമുക്ക് വേണ്ടി മാത്രമല്ല ഈ ആശീർവാദം. ഒരു ഭവനത്തിൽ നിന്നൊരാൾ ഈ ആശീർവാദം സ്വീകരിക്കുമ്പോൾ ആ കുടുംബം മുഴുവൻ ആശീർവദിക്കപ്പെടുകയാണ്. നിന്റെ കുടുംബം അനുഗ്രഹിക്കപ്പെട്ട കുടുംബമാകുമ്പോൾ നിന്റെ ആ ഭവനം ഇരിക്കുന്നു, അത് യേശു അനുഗ്രഹിക്കപ്പെടുകയാണ്. കർത്താവ് പറഞ്ഞു, ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയും നീ ഒരു അനുഗ്രഹമായി മാറുകയും ചെയ്യും. ഒരു കുടുംബത്തിലെ ഒരു അമ്മ ഈ ദിവ്യകാരുണ്യ ആശീർവാദം ഇപ്പോൾ ഓൺലൈനിൽ ഇരിക്കുന്നിടങ്ങളിൽ ഈ ദിവ്യകാരുണ്യ ആശീർവാദത്തിൽ പങ്കുചേരുമ്പോൾ ആ കുടുംബം മുഴുവനും അനുഗ്രഹിക്കപ്പെടുകയാണ്. നമ്മൾ ഈ ആശീർവാദം സ്വീകരിക്കുന്നത് ലോകം മുഴുവനിലുള്ള സകല മനുഷ്യർക്ക് വേണ്ടി, സകല സൃഷ്ടജാലങ്ങൾക്ക് വേണ്ടി, ഈ വിശ്വപ്രപഞ്ചത്തിന് വേണ്ടി, പ്രകൃതിക്ക് വേണ്ടി ആശീർവാദം സ്വീകരിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ യേശുനാമം വിളിക്കാം. ശിരസ് തറയിൽ മുട്ടിച്ച് പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന്
ഞങ്ങൾക്ക് സ്വർഗീയമായ കാഴ്ച പ്രദാനം ചെയ്യുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് മറ്റുള്ളവർക്ക് കാഴ്ച നൽകാൻ തക്കവിധം ഞങ്ങളുടെ ജീവിതത്തെ പ്രകാശമുള്ളതാക്കി മാറ്റുന്നവനായ പരമപരിശുദ്ധ ദിവ്യകാരുണ്യത്തിന് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും നല്ലൊരു രാത്രി, സന്തോഷമുള്ള രാത്രി, സുഖനിദ്രയുള്ള രാത്രി ആശംസിക്കുന്നു. ഇന്ന് ഫെബ്രുവരി മാസം 18-ാം തീയതി പാലാരിവട്ടത്തെ കൺവെൻഷന്റെ അവസാന ദിനമാണ്. അതുപോലെ നാളെ 19-ാം തീയതി കണ്ണൂർ ജില്ലയിലുള്ള അങ്ങാടിക്കടവ് ഡോൺ ബോസ്കോ കോളേജിൽ കാലത്ത് മുതൽ വൈകിട്ട് വരെ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള, യുവതി യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ധ്യാനം നടക്കുന്ന ദിവസമാണ്. നിങ്ങളുടെ പ്രാർത്ഥനകൾ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. എല്ലാവർക്കും നല്ലൊരു സമയം ഒരിക്കൽ കൂടെ ആശംസിക്കുന്നു. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പരസ്പരം സ്തുതി ചൊല്ലാം.